ഇന്ന് നമ്മുടെ മമ്മൂന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ മമ്മൂന് സർപ്രൈസ് എടുക്കാൻ ഞങ്ങൾ പോവാണ്. അപ്പൊ നമ്മൾ നമ്മുടെ മമ്മൂനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇരിട്ടിയിലേക്കാണ്, കണ്ണൂർ ജില്ലയില്. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് ഇരിട്ടിയിലെത്തിയത്. ഞങ്ങൾ വരുന്നത് അവനോട് മാത്രമേ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോയിരിക്കുന്നത് മമ്മൂന് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ്. അവനക്ക് ഒരു ഷർട്ടും ഒരു ടീഷർട്ടും എല്ലാം എടുത്തിട്ടുണ്ട്. മമ്മു ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ മോനാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഏറ്റവും കൂട്ടായത് അവനുമായിട്ടാണ്. ആ ഒരു അറ്റാച്ച്മെന്റ് ഞങ്ങളോട് രണ്ടുപേരോടും അവൻക്കുണ്ട്. നമ്മൾ വരുന്ന കാര്യം അവനക്ക് അറിയില്ലായിരുന്നു. അവന് സ്കൂളിലേക്ക് പോയി. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെയ്തത്. ഇന്ന് രാവിലെ അവന് ഞങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്ന് വിഷ് ചെയ്തിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ആ ടൈമിൽ അവന് ഒരുപാട് വിഷമമായെങ്കിലും അതിനായിട്ട് നമ്മൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവന്റെ 10th ബർത്ത്ഡേ ആണ്. അതെന്തായാലും സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ വരെ പോയത്. ബാഗെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആലുവിനെ കണ്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞങ്ങളെല്ലാവരും അപ്പുറത്ത് മാറിയായിരുന്നു നിന്നിരുന്നേ. അപ്പൊ അവനക്ക് അത്രയ്ക്കും അങ്ങ് ഞെട്ടിയതൊന്നുമില്ല. കാരണം അവന് ആദ്യം ആലുവിനെ കണ്ടല്ലോ. വീട്ടിലെത്തിയ ഉടനെ അവനക്കുള്ള ഗിഫ്റ്റ് എല്ലാവരും മക്കളും ഉമ്മാമയും എല്ലാരും കൂടിയും കൊടുത്തു. അവൻ ശരിക്കും പറഞ്ഞ ഒരു വണ്ടിപ്രാന്തനാണ്. വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറിയ ചെറിയ വണ്ടികളില്ല, ടോയ്സ് ആയിട്ടുള്ളത്, അതിനോട് ഭയങ്കര ട്രൈസ് ആണ്. അതുകൊണ്ട് തന്നെ റാഫി അതാണ് ഗിഫ്റ്റ് ചെയ്തത്. അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ അവന്റെ ഫ്രണ്ട്സും ഗിഫ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം നമുക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ചെയ്തതായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോയി. നമ്മൾ ഇന്നെ തിരിച്ചു പോകാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ്. നമ്മൾ വയനാട്ടിൽ നിന്ന് പോയി അവിടെ എത്തുമ്പോഴത്തേന് ഭയങ്കര ചൂടാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇവിടെ ഭയങ്കര ഒരു കൂളായിട്ടുള്ള ഒരു ക്ലൈമറ്റ് അല്ലേ. അവിടെ ഭയങ്കര ചൂടും. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളിയായിട്ട് അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. നമ്മളെല്ലാവരും അവിടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് ഒരു പാർക്കിലേക്കാണ് പോയത്. നമ്മൾ പാർക്കിലേക്ക് പോകുമ്പോൾ അവിടെ ഫുള്ള് ഈ കശുമാവിന്റെ തോട്ടം കണ്ടു. ഇതൊക്കെ പണ്ടെങ്ങാനും നൊസ്റ്റാൾജിയ, ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള സാധനമാണ്. പണ്ടെങ്ങാനും കഴിച്ചിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആ ഒരു പഴം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായി. ഞങ്ങൾ വണ്ടി നിർത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി അത് പറിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു പഴശ്ശി ഡാമിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കുട്ടികളായിട്ട് ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ഏരിയയിലൊന്നും ഇല്ല. ഒരു നല്ലൊരു മരങ്ങളുടെ ഇടയിലുള്ള ഒരു പാർക്കാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇതുപോലെ ഫുഡ് കോർട്ട് ഉണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഈ ചുണ്ടല് പറയുന്ന സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അവിടെ കണ്ടപ്പോൾ അതൊന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ചു. അത് നമ്മളെ ഇവിടെയൊന്നും ഇല്ല, കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഉള്ളത്. ബീച്ച് സൈഡിലൊക്കെയാണ് കൂടുതൽ. പിന്നെ അതെല്ലാം ഞങ്ങൾ വാങ്ങി. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മളിതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓരോ ആക്ടിവിറ്റീസിലായിട്ട് മക്കളെ കയറ്റി. പിന്നെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട്. മക്കൾക്ക് എല്ലാവരും കൂടി ഒരുമിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം അവരെപ്പോഴെങ്കിലും അല്ല ഇങ്ങനെ മീറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ അവർ ഇതുപോലെ ഈ കാറിന്റെ റൈഡിലൊക്കെ കയറി. ലാസ്റ്റ് നമ്മൾ ഈ പാലത്ത് കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പിന്നെ ടൗണിലെത്തിയിട്ട് നമ്മളൊരു ഫുഡ് വെയറിലെല്ലാം കയറി. പക്ഷെ നമ്മളെ ഇവിടത്തെങ്ങാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ രാത്രിയായിരുന്നു നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. നമ്മൾ ഈ കേക്ക് കട്ടിങ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ രാത്രി മക്കളെ സന്തോഷമല്ലേ വിചാരിച്ചിട്ട് ഒരു കേക്കൊക്കെ വാങ്ങി. ഒരുപാട് ആളുകളൊന്നുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലായിരുന്നു. ഞങ്ങൾ മാത്രമായിരുന്നു അവിടെ ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും കൂടി അടിപൊളിയാക്കിയ ഒരു ദിവസമായിരുന്നു. ഇതുപോലെ എല്ലാവരും കൂടി കൂടുമ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവരുടെ സന്തോഷത്തിന് നമ്മളും കൂടി കൂടെ നിന്നേ ഉള്ളൂ.
അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.